നമസ്കാരം. ഇന്ന് 2026 ഫെബ്രുവരി 11 ബുധനാഴ്ച. പതിവ് പോലെ ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ബഹ്റിനിലെ പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബഹ്റിൻ പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ സൗദി കിരീടാവകാശി പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാനുമായി റിയാദിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ സഹോദരബന്ധം ഊട്ടിയുറപ്പിക്കുവാനും മേഖലയിലെ സുരക്ഷ, സാമ്പത്തിക വികസനം തുടങ്ങിയ വിഷയങ്ങളിൽ ഏകോപനം ശക്തമാക്കുവാനും ഇവരുടെ കൂടിക്കാഴ്ചയിൽ തീരുമാനമായി. ബഹ്റിൻ സിവിൽ സർവീസ് ബ്യൂറോയുടെ പുതിയ കണക്കുകൾ പ്രകാരം സർക്കാർ സർവീസിൽ സ്വദേശീവൽക്കരണം ശക്തമായി തുടരുകയാണ്. 36,792 ബഹ്റിനി സ്വദേശികളാണ് നിലവിൽ സർവീസിലുള്ളത്. ഇതിൽ 99.7% പേരും സ്ഥിരം നിയമനം ലഭിച്ചവരാണ്. അതേസമയം വിവിധ മന്ത്രാലയങ്ങളിലായി 5,361 വിദേശികളാണ് ഇപ്പോൾ ബഹ്റൈനിൽ താൽക്കാലിക കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നത്. ബഹ്റിൻ ദേശീയ കായിക ദിനമാണ് നാളെ. ഇതോടനുബന്ധിച്ച് നാളെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും ഉച്ചവരെ മാത്രമേ പ്രവർത്തിക്കൂ. ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കാൻ മന്ത്രാലയങ്ങളുടെയും ജനറൽ സ്പോർട്സ് അതോറിറ്റിയുടെയും നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളാണ് നാളെ രാജ്യത്ത് ഉടനീളം ഒരുക്കിയിരിക്കുന്നത്. വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കുമ്പോൾ ഉപഭോക്താക്കൾക്ക് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകാനുള്ള നിർദ്ദേശത്തിന് പാർലമെൻറ്റ് അംഗീകാരം നൽകി. 1-2 പരിധികൾ കടന്ന് ഉയർന്ന നിരക്കുള്ള 3ാം ഘട്ടത്തിലേക്ക് ഉപഭോഗം മാറുന്നത് പല കുടുംബങ്ങളും മാസാവസാനം ബില്ലുകൾ വരുമ്പോൾ മാത്രമാണ് തിരിച്ചറിയുന്നതെന്ന് എംപിമാർ പാർലമെൻറ്റിൽ ചൂണ്ടിക്കാട്ടി. മുന്നറിയിപ്പ് ലഭിക്കുമ്പോൾ ഉപയോഗം ക്രമീകരിച്ച് വലിയ സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാൻ കുടുംബങ്ങൾക്ക് സാധിക്കുമെന്നും അവർ പറഞ്ഞു. പാർലമെൻറ്റ് അംഗീകരിച്ച ഈ നിർദ്ദേശം ഇനി ഗവൺമെൻറ്റിൻ്റെയും മന്ത്രിസഭയുടെയും പരിഗണനയ്ക്ക് വിടും. വാഹന പരിശോധനാ വേളയിൽ ലൈസൻസും രജിസ്ട്രേഷനും ഡിജിറ്റൽ രൂപത്തിൽ കാണിച്ചാൽ മതിയെന്ന നിർദ്ദേശത്തിന് ബഹ്റിൻ പാർലമെൻറ്റ് അംഗീകാരം നൽകി. ഈ നിർദ്ദേശം നടപ്പിലായാൽ രേഖകൾ കൈവശം വെക്കാത്തതിൻ്റെ പേരിലുള്ള പിഴ ഒഴിവാകും. മന്ത്രിസഭയുടെ പഠനത്തിന് ശേഷം ആവശ്യമായ നിയമ ഭേദഗതികൾ വരുത്തിയതിനു ശേഷം നിർദ്ദേശം പ്രാബല്യത്തിൽ വരാനാണ് സാധ്യത. കുട്ടികളെ സ്മാർട്ട് ഫോൺ അഡിക്ഷനിൽ നിന്നും മോചിപ്പിക്കാൻ പുതിയ നീക്കവുമായി ബഹ്റിൻ പാർലമെൻറ്റ്. സ്കൂൾ സമയത്തിന് ശേഷം കുട്ടികളുടെ ഒഴിവു സമയം ക്രിയാത്മകമായി ഉപയോഗിക്കാൻ ആഫ്റ്റർ സ്കൂൾ പദ്ധതിക്കാണ് ബഹ്റിൻ പാർലമെൻറ്റ് അനുമതി നൽകിയിരിക്കുന്നത്. സ്പോർട്സ് ക്ലബ്ബുകളും പാർക്കുകളും കേന്ദ്രീകരിച്ച് വൈവിധ്യമാർന്ന കലാകായിക പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കണമെന്നാണ് എംപിമാരുടെ നിർദ്ദേശം. തംകീൻ, സോഷ്യൽ ഇൻഷുറൻസ് എന്നിവയിൽ നിന്നും വ്യാജരേഖകൾ ചമച്ച് 88,000 ദിനാറിൻ്റെ വെട്ടിപ്പ് നടത്തിയ പ്രതികൾക്ക് ഹൈ ക്രിമിനൽ കോടതി കഠിന തടവും പിഴയും വിധിച്ചു. 10 വർഷം വരെ തടവും 50,000 ദിനാർ വരെ പിഴയുമാണ് ശിക്ഷ. സർക്കാർ ആനുകൂല്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നവർക്കുള്ള താക്കീതാണ് ഈ വിധിയെന്ന് കോടതി വ്യക്തമാക്കി. യുവതിയുടെ മരണത്തിന് ഇടയാക്കിയ വാഹനാപകടത്തിൽ ഡ്രൈവർക്ക് 1 വർഷത്തെ തടവ് ശിക്ഷ. തൻ്റെ 2 വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞിനെ സ്ട്രോളറിലിരുത്തി കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കിടക്കാനുള്ള നിശ്ചിത പാതയിലൂടെ നടന്നു പോവുകയായിരുന്ന 26 വയസ്സുകാരിയായ അറബ് യുവതിയെയാണ് അമിത വേഗതയിലെത്തിയ ഏഷ്യൻ സ്വദേശിയായ പ്രതിയുടെ വാഹനം ഇടിച്ചു തെറിപ്പിച്ചത്. ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേ യുവതിയുടെ മരണം സംഭവിക്കുകയായിരുന്നു. അതേസമയം കുട്ടി നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഹൈ ക്രിമിനൽ കോടതിയാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ജയിൽ ശിക്ഷയ്ക്ക് ശേഷം ഇയാളെ നാട് കടത്തും. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ഓൺലൈൻ തട്ടിപ്പ് അറബ് സ്വദേശി പിടിയിലായിരിക്കുന്നു. 41 വയസ്സുകാരനായ തട്ടിപ്പുകാരനെയാണ് ആൻറ്റി കറപ്ഷൻ വിഭാഗം പിടികൂടിയിരിക്കുന്നത്. വിവിധ ആളുകളെ കബളിപ്പിച്ച് നിയമവിരുദ്ധമായി പണം സമ്പാദിക്കുകയും ഈ തുക സ്വന്തം ബാങ്ക് അക്കൗണ്ടുകൾ വഴി കൈമാറ്റം ചെയ്യുകയും ചെയ്തു എന്നതാണ് ഇയാൾക്കെതിരെയുള്ള കുറ്റം. സോഷ്യൽ മീഡിയയിലൂടെയോ മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയോ അപരിചിതരായ വ്യക്തികളുമായുള്ള ഇടപാടുകളിൽ ജാഗ്രത പാലിക്കണമെന്നും തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടാൽ 992 എന്ന നമ്പറിൽ അറിയിക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 2026 ഇന്ത്യൻ ബജറ്റ് വിശകലനം ചെയ്യാനായി ഇന്ത്യൻ എംബസി സെമിനാർ നടത്തി. അംബാസഡർ വിനോദ് കെ ജേക്കബ്, ബഹ്റൈൻ മുൻ മന്ത്രി അബ്ദുൽ നബി അൽ ഷോല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൺട്രി ഹെഡ് മധു രാമൻകുട്ടി, ICICIയിലെ സീനിയർ ഫണ്ട് മാനേജർ ഇഹ അബ്ദുൽ വായ് എന്നിവർ സംസാരിച്ചു. 7.4% വളർച്ച ലക്ഷ്യമിടുന്ന ഇന്ത്യ നിക്ഷേപകർക്ക് സുരക്ഷിതമായ കേന്ദ്രമാണെന്ന് സെമിനാർ വിലയിരുത്തി. ബഹ്റിനിലെ കന്നഡ സംഘം 48ാം വാർഷികം സമുചിതമായി ആഘോഷിച്ചു. യുണീക്കോ CEO ജയശങ്കർ വിശ്വനാഥൻ മുഖ്യാതിഥിയായിരുന്നു. പ്രസിഡന്റ് അജിത് ബംഗാര, ജനറൽ സെക്രട്ടറി രാംപ്രസാദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ കായിക സാംസ്കാരിക മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മെറ്റൽകോ ഗ്രൂപ്പിലെ ഹാജി അബ്ദുൾ റസാഖ് ഹെജ്മാടി, സെൻട്രൽ കഫേ പ്രൊപ്പറേറ്റർ പ്രകാശ് ഷെട്ടി, മുൻ പ്രസിഡന്റുമാരായ പ്രദീപ് കുമാർ ഷെട്ടി, അമർനാഥ് റായ്, ഹരീഷ് പൂജാരി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മുതിർന്ന അംഗമായ രാജേന്ദ്ര ഹെഗ്ഡെക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. 350ഓളം പേർ പരിപാടിയിൽ പങ്കെടുത്തു.
the heart of Bahrain, where every story matters. One source keeps you informed, inspired, and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice. ബഹ്റിൻ കേരളീയ സമാജം സംഘടിപ്പിക്കുന്ന സംഗീത നൃത്തസന്ധ്യ നാളെ വൈകുന്നേരം 7 മണിക്ക് ഡയമണ്ട് ജൂബിലി ഹാളിൽ നടക്കും. ഗായകൻ രവിശങ്കർ, വിജേഷ് ഗോപാൽ, ചിത്ര അരുൺ എന്നിവർക്കൊപ്പം ഗോപിനാഥ് മുതുകാടും ചടങ്ങിൽ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. 35 വർഷത്തെ ബഹ്റിൻ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന BM മുഹമ്മദ് കുഞ്ഞിക്ക് ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ യാത്രയയപ്പ് നൽകി. പ്രസിഡന്റ് സുബൈർ MM, ജമാൽ നദ്വി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മുൻ MLA M മുരളിയുടെ സ്മരണാർത്ഥം ബഹ്റിലെ OICC ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. രാജു കല്ലുംപുറം ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ഗഫൂർ ഉണ്ണിക്കുളം, ബീനു കുന്നന്താനം തുടങ്ങിയവർ പങ്കെടുത്തു. അൽഫുർഖാൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സാക്കറിൽ സംഘടിപ്പിച്ച ശൈത്യകാല ഖൈമ എന്ന ക്യാമ്പ് ശ്രദ്ധേയമായി. വിജ്ഞാനപ്രദമായ ക്ലാസുകളും വിനോദ മത്സരങ്ങളും ഇതിന്റെ ഭാഗമായി നടന്നു. ലാഭകരമായ കച്ചവടം, സംഘടിത പ്രവർത്തനത്തിന്റെ പ്രാധാന്യം എന്നീ വിഷയങ്ങളിൽ അബ്ദുൽ ലത്തീഫ് അഹമ്മദ്, മൂസ സുലമി എന്നിവർ ക്ലാസുകളെടുത്തു. ഡോക്ടർ നസീഹ സ്ത്രീകളുടെ ആരോഗ്യ പരിപാലനത്തെക്കുറിച്ച് സംസാരിച്ചു. പ്രസിഡന്റ് സൈഫുള്ള കാസിം അധ്യക്ഷത വഹിച്ചു. അതിരിയിൽ പ്രവർത്തിക്കുന്ന കലാകേന്ദ്ര ആർട്സ് സെന്റർ സംഘടിപ്പിച്ച കരോക്കെ മത്സരത്തിൽ പ്രീതി പ്രസന്ന 1ാം സ്ഥാനം നേടി. ഹൃദ്യ ഹരീഷ്, എൽദോ എഡിസൺ എന്നിവർ അടുത്ത സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഗോപിനാഥ് മേനോൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഇന്ന് ബഹ്റിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങൾ ഇവയൊക്കെയാണ്. ഈ വാർത്തകളുടെ വിശദമായ വിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pnewsonline.com ലഭ്യമാണ്. നാളെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.